റെയിൽ വേണോ വേണ്ടിയോ ദക്ഷിണ റെയിൽവേക്ക് തീരുമാനിക്കാൻ കഴിയോ? തീരുമാനിക്കേണ്ടത് കേന്ദ്ര റെയിൽ മന്ത്രാലയമാണ്, തീരുമാനിക്കേണ്ടത് റെയിൽവേ ബോർഡാണ്. റെയിൽവേ ബോർഡ് പറഞ്ഞിരിക്കുന്നു ഇത് പരിശോധിക്കണം. എപ്പോ? ഒക്ടോബർ 21 മറുപടിക്ക് ശേഷം 1/11 അവർ കത്തയച്ചിരിക്കുന്നു ദക്ഷിണ റെയിൽവേക്ക്. എന്താ കത്ത്? ഈ വിഷയത്തിനകത്ത് നിങ്ങൾ ഉന്നയിച്ച തടസ്സങ്ങൾ നിങ്ങൾ കേരളയിലുമായിട്ട് ചർച്ച ചെയ്യണം. ആ കത്തിന് മേലെ 2/11 ഡേറ്റ് പ്രശ്നം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നവംബർ 2 അവർ കത്തയച്ചു. ആർക്ക്? പാലക്കാട് ഡിവിഷണൽ മാനേജർക്കും അതുപോലെ തിരുവനന്തപുരം ഡിവിഷൻ മാനേജർക്കും. അവര് കേരളയിലെ ചർച്ചയ്ക്ക് വിളിച്ചു. നവംബർ 29 ഡിസംബർ 7 ചർച്ച നടന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എല്ലാറ്റും മറുപടി കൊടുത്തു. കേരളത്തിലെ ഒരു വികസന കാര്യം തടയില്ല. അല്ലല്ല, ആ മറുപടി സ്വീകാര്യമാണോ അല്ലയോ എന്ന് ശ്രീ പ്രകാശ് മാഷ് നമുക്ക് പ്രവചിക്കാൻ കഴിയോ? അതാരെ തീരുമാനിക്കേണ്ടത്? അല്ല, അത് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് റെയിൽവേ ബോർഡാണ്. ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് റെയിൽവേ ബോർഡാണ്. പക്ഷെ റെയിൽവേ ബോർഡ് തീരുമാനമെടുക്കണമെങ്കിൽ സദേൺ റെയിൽവേയുടെ ഒബ്ജക്ഷൻസ് എല്ലാം വേണ്ട, അതൊന്നും കുഴപ്പമില്ലാതെ തീരുമാനമെടുക്കാൻ റെയിൽവേ ബോർഡിന് പറ്റുമോ? നിങ്ങളെ സമ്മതം വേണോ? അല്ല, റെയിൽവേ ബോർഡ് തീരുമാനിക്കാൻ മാതൃഭൂമിയിൽ അനുവാദം വേണോ? വേണ്ട. സദേൺ റെയിൽവേ ഉയർത്തിയിട്ടുള്ള, ദക്ഷിണ റെയിൽവേ ഉയർത്തിയിട്ടുള്ള കൺസേൺസ് ഒന്നും ഒരു കുഴപ്പമില്ല, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് റെയിൽവേ ബോർഡ് തീരുമാനം എടുക്കും. റെയിൽവേ ബോർഡ് ഫേവറബിൾ ആയ ഒരു തീരുമാനം എടുക്കുമെന്ന കാര്യത്തിൽ 100% ഉറപ്പെന്താണ് സർക്കാരിനും CPM-നും? എടുക്കില്ല, ഉറപ്പ് ഇല്ല, ഒരു ഉറപ്പുമില്ല. ഒരു കാരണവശാലും അനുമതി കിട്ടില്ലെന്ന് വാദിച്ചില്ല. അതിന് വേണ്ടിയാ വാദിക്കുന്നേ. നിങ്ങൾ പറയുന്ന വാദം അതിനു വേണ്ടിയാണ്. ഇപ്പോ ആ വിഷയം സംബന്ധിച്ച് ദക്ഷിണ റെയിൽവേക്ക് വിശദമായി ഈ 2 ഡിവിഷൻ മാനേജർമാരുടെ കത്ത് കൊടുത്തിട്ടുണ്ട്, കേരളയിൽ കത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞല്ലോ. റെയിൽവേയുടെ ഒരു വികസന പരിപാടികളെയും കണക്കിലെടുക്കാതെയല്ല DPR. ഒരു വികസന പരിപാടിക്കും തടസ്സമുണ്ടാവില്ല. റെയിൽവേയുടെ ഭൂമി വിനിയോഗത്തിന് പ്രത്യേകമായിട്ടുള്ള വ്യവസ്ഥയുണ്ട്. ഈ കേരളിന്റെ ഇതിനകത്തുള്ള അസറ്റ് എന്താ? സ്ഥലമാണ്. റെയിൽവേയുടെ സ്ഥലമാണ്. അവിടെ 49% പണം ഈ പറയുന്ന കേരളിൻ്റെതാണ്. ഡിസൈനിൽ എന്തെങ്കിലും ഭാവിയിൽ മാറ്റം വേണമെങ്കിൽ അത് ചർച്ച ചെയ്താവാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ കോഴിക്കോട് എലത്തൂര് അവർ ഉന്നയിച്ച വിഷയമാണ്. അതുപോലെ വെസ്റ്റ് ഹില്ല് കണ്ണൂരിനകത്തില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷൻ വികസനം ഇതിന് DPR-ന് ശേഷം വന്നതാണ്. ബാക്കിയെല്ലാം പരിഗണിച്ചിട്ടുണ്ട്. എവിടെയാ തടസ്സം? ഒരു സ്ഥലത്തും തടസ്സമില്ല എന്നുള്ളത് ഈ കേരളയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതിൻ്റെ മേലെ ദക്ഷിണ റെയിൽവേ അവരുടെ റിപ്പോർട്ട് കൊടുക്കുകയേ ഉള്ളൂ. കൊടുത്തില്ല. നിങ്ങളുടെ ദക്ഷിണ റെയിൽവേ പറഞ്ഞിരിക്കുന്നത് കൊടുക്കില്ലെന്ന് പറഞ്ഞോ? പ്രതികൂലമാണ് റിപ്പോർട്ട് എന്ന് പറഞ്ഞോ? നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? നിങ്ങൾക്ക് താല്പര്യം ഒന്നേ ഉള്ളൂ. LDF ഗവൺമെന്റ് കാലത്ത് വികസനം നടക്കാൻ പാടില്ല. അതാണ് BJP-യുടെ താല്പര്യം, അതാണ് കോൺഗ്രസിന്റെ താല്പര്യം. എന്താണെന്ന് എനിക്ക് അറിയില്ല പ്രകാശ് മാസ്റ്റർ. മാതൃഭൂമിക്ക് എന്തായാലും അങ്ങനെ ഒരു താല്പര്യമില്ല. LDF-ന്റെ കാലമെന്നോ UDF-ന്റെ കാലമെന്നോ വ്യത്യാസമില്ല. വികസനം നടക്കണം. വികസനം പക്ഷെ പ്രായോഗികമായ ജനങ്ങളുടെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ജനതാല്പര്യം അനുസരിച്ചുള്ള വികസനമാണ്. ജനങ്ങൾക്ക് അതിൽ കൺസേൺസ് വരുമ്പോൾ സ്വാഭാവികമായും അത് മാധ്യമങ്ങൾ വഴി പ്രതിഫലിക്കും. അല്ലാതെ വികസനം വേണ്ടെന്നോ കേരളയിൽ വേണ്ടെന്ന് പോലുമോ ഉള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. ഇവിടെ പ്രശ്നം എന്താ? സദേൺ റെയിൽവേ അവരുടെ കൺസേൺസ് പറയുന്നു. അത് അഡ്രസ് ചെയ്യാതെ റെയിൽവേ ബോർഡ് എന്തായാലും ഈ പദ്ധതിക്ക് അനുമതി തരില്ലല്ലോ. റെയിൽവേ ബോർഡ് പദ്ധതിക്ക് അനുമതി തരില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നില്ല. പക്ഷെ അതിനു മുൻപ് ഈ കൺസേൺസ് പരിഹരിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം തന്നെ അടിമുടി രൂപമാറ്റം വരുത്തുമോ എന്നുള്ളതായിരുന്നു. അതും വേണ്ടിവരും. ഒരു രൂപമാറ്റം വരുത്തേണ്ടത്. ഇവിടെ നമ്മുടെ ഈ DPR കൊടുത്തതിന് ശേഷമാണ് റെയിൽവേ സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. കേന്ദ്ര റെയിൽവേ മന്ത്രി മുഖ്യമന്ത്രിക്ക് അതിലെന്താ? അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ജനറലായിട്ട് ഈ പദ്ധതി അംഗീകരിക്കുന്നു, യു ക്യാൻ പ്രൊസീഡ്. അത് പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല, കേരളത്തിലെ ഗവൺമെന്റ് അല്ല, കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ സെക്രട്ടറിയാണ്. കേന്ദ്ര മന്ത്രി അയച്ചിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് കത്ത്, യു ക്യാൻ പ്രൊസീഡ്. അങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നത്. പിന്നെ അത് കിട്ടാനേ പോകുന്നില്ല എന്ന് നിങ്ങൾ പറയുന്ന ന്യായം എന്താ? റെയിൽവേ ബോർഡിന് മുമ്പിലാണല്ലോ കാര്യമുള്ളത്. കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്ന കാര്യം എന്താ ഉള്ളത്? നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും, കിട്ടാൻ പാടില്ല. UDF കാലത്ത് ഒരു വികസനവും വേണ്ട. അതിപ്പോ ജനങ്ങളുടെ നെഞ്ചത്തൂടെ ആവരുത് എന്നൊരു താല്പര്യമുണ്ട്. അതിന് അത്രയേ ഉള്ളൂ. ഇവിടെ റെയിൽവേ റെയിൽവേ വികസിക്കേണ്ടെന്നോ ട്രെയിൻ വേണ്ടെന്നോ ഒന്നും ഉള്ള ഒരു അഭിപ്രായം ലഭിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു പോലും അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റില്ല. ആര് പറയുന്നില്ലെന്ന്? പൊളിറ്റിക്സ് ആണത്. വികസനം വേണം.
ശരി, പക്ഷേ ഓക്കേ. LDF ഗവൺമെന്റ് കാലത്ത് വേണ്ട. ശരി. അതാ നിലപാട്. ശരി, ഓക്കെ. അതിന് വേണ്ടിയുള്ള വാദമാണ്. ശരി, പക്ഷേ ശരി. ഒരു കാര്യം ഉറപ്പ്, കേരളത്തിൽ വന്നിരിക്കും ആരെല്ലാം തടയാൻ ശ്രമിച്ചാലും. ഒരു സംശയങ്ങൾക്ക് വേണ്ട. കാരണം ഈ പന്ത് ജനമതിന് അനുകൂലമാണ്. പന്ത് കേന്ദ്ര സർക്കാരിന്റെ കോർട്ടിലാണല്ലോ. റെയിൽവേ ബോർഡ് തീരുമാനിക്കണമല്ലോ. എടുക്കാനിരിക്കുന്ന ഒരു കേന്ദ്ര തീരുമാനം ഗവൺമെന്റ് എപ്പോഴും BJP അനുകൂലമായിരിക്കും കേന്ദ്ര ഗവൺമെന്റ് എന്ന നിഗമനത്തിലാണോ വന്നിരിക്കുമെന്ന് പറയുന്നത്? എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ എടുക്കേണ്ട ഒരു തീരുമാനത്തിൽ കേരളയിൽ വന്നിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുക? അവർ അംഗീകാരം തന്നാൽ ഇവിടെ നടപ്പാക്കാം. വേണമെങ്കിൽ പറയാം. പരമാവധി നിങ്ങള് അനുമതി കിട്ടാത്ത ഒരു പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രധാനമന്ത്രി എല്ലാ കാലത്തും നരേന്ദ്രമോദിയും BJP ആയിരിക്കില്ലല്ലോ പ്രധാനമന്ത്രി സ്ഥാനത്ത്. ശരി, ശരി. രാജ്യത്തിലെ ജനങ്ങളുടെ വികാരം അംഗീകരിക്കുന്ന ഗവൺമെന്റുകൾ വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. നിങ്ങൾ ഈ മൂക്ക് മുറച്ച് ശകുനം കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ശരി, ശരി. കേരളത്തിൽ റെയിൽ വരും എന്നുള്ളതിൽ ഇപ്പോ വന്ദേ ഭാരത് വന്നു. ഞാൻ ചോദിക്കട്ടെ, എത്ര വലിയ സ്വീകാര്യതയാ? എത്രയോ മാസങ്ങൾ അങ്ങോട്ടേക്ക്. ശരി, ശരി, ശരി. നമുക്ക് വന്ദേ ഭാരതിന്റെ കാര്യത്തിലേക്ക് പോവാം. അതിന് മുമ്പ് ഇത് സാധാരണക്കാർക്ക് ഒറ്റക്കാരും കൂടെ പറയട്ടെ. ശരി. ഇവിടെ റെയിലും റോഡും വരുമ്പോ ആളുടെ സ്ഥലം നഷ്ടപ്പെടാതെ എവിടെയാ വന്നിട്ടുള്ളത്? എങ്ങനെയാ വരിക? അതെല്ലാം വരുമ്പോ അത് പ്രയാസം ഉണ്ടാവുമല്ലോ. ആ പ്രയാസമുള്ളവരെ ചൂണ്ടിക്കാട്ടിയിട്ട് അവരെ കൊണ്ട് കുഴപ്പമുണ്ടാക്കി ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിനെപ്പറ്റി അമ്മണിയമ്മയുടെ അടുപ്പിൽ ഇത് മറ്റവരുടെ വീട്ടിനടുത്ത് അങ്ങനെ തന്നെയല്ലേ എല്ലാ റോഡും വന്നത്. എല്ലാവരുടെയും വീട്ടിൽ നിങ്ങളെ വീട്ടിൽ സ്ഥലം എടുത്തിട്ടില്ല അവിടെ നിങ്ങൾ എടുത്ത റോഡിന്. അപ്പോൾ അമ്മണിയമ്മയുടെ അടുക്കളപ്പുറത്തൂടെ റോഡ്, ഇപ്പൊ ഒരാളുടെ വീട്ടിന്റെ അടുത്തൂടെ റോഡ്, അങ്ങനെയല്ലേ റോഡും അതുപോലെ റെയിലും ഒക്കെ വരിക. ഒരുപാട് കാലം കൊണ്ട് ആയിക്കോട്ടെ. ശരി, ആയിക്കോട്ടെ. ആരായാലും ശരി, ശരി, ശരി.